ഞങ്ങളിപ്പോ ഉള്ളത് ഷാർജ പാം ജുമേറയിലാണ്. പക്ഷെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരിക്കൽ മുംബൈയിൽ ഒന്ന് ഒത്തുകൂടിയിരുന്നു. ആ ഒത്തുകൂടലിൽ കാഷ്വലി ഒത്തുകൂടിയതാണെന്നുണ്ടെങ്കിലും സംഭവിച്ചത് 2 ബ്രഹ്മാണ്ഡ പ്രോജക്റ്റുകളുടെ തുടക്കമാണ്. അതൊന്ന് നമ്മൾ കേസിന്റെ ഭാഗമായിട്ട് നമ്മൾ ബ്ലൂ ടൈ കേസ് മേടിച്ചു. ഈ അമരക്കാരനായി പൊക്കോണ്ടിരിക്കുന്നതാണ്. മേടിച്ച ആളെ നടക്കുന്നിരിക്കുന്നത് ഞങ്ങൾ ഡിസ്കഷൻ, ഞങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. എന്നെ പെടുത്തിയ ആൾക്കാർ. അതെ. അപ്പൊ എന്തായാലും അന്ന് നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മളന്ന് അത് ഗംഭീര നമ്മുടെ തുടക്കമായിരുന്നു. ഞങ്ങളന്ന് ധോണിയായിട്ടുള്ള ഒരു ആക്ട് ഷൂട്ടിന് പോയതാണ്. ആക്ഷൂട്ടിന് പോയത്. അന്ന് നിങ്ങൾ പറഞ്ഞ കേട്ട് നമ്മുടെ KCL ക്രിക്കറ്റ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് അത് വളരെ നന്നായിട്ട് പോയി. അത് നമ്മള് ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ നന്നായിട്ട് അത് വന്നു. അപ്പൊ അത് ഭയങ്കരമായ രീതിയിൽ പിള്ളേരെല്ലാം ഭയങ്കര അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. അടുത്ത സീസൺ അത് ഗംഭീരമായിരിക്കും. അതെ, അടുത്ത സീസണിൽ നമ്മൾ ഓപ്ഷനിലൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വരും. പിന്നെ നമുക്കൊന്ന് യാത്രയുണ്ട്. എന്റെ അധികം മിണ്ടത്തില്ല, ഉള്ളി പ്രവൃത്തിയുള്ളൂ. അന്ന് ഇതുപോലെ അതെ, അന്ന് നമ്മുടെ അന്ന് മറ്റൊരു പ്രോജക്ട് ആൻഡോജാനും മഹേഷ് നാരായണനും വന്ന് ഈ കഥ കേട്ടു. അതെ. 3 മണിക്കൂറോളം കഥ പറഞ്ഞു. ആദ്യമായിട്ട് ജീവിതത്തിൽ അത്രയും കഥ പക്ഷെ അത് അന്ന് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾ രണ്ടുപേരോടും ചോദിച്ചപ്പോ നിങ്ങൾ രണ്ടുപേരും അടിപൊളി പ്രോജക്ട് എന്ന് പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു. ഞാൻ പറഞ്ഞു സുഭാഷേട്ട ഒന്നും ആലോചിക്കാനല്ല, ഇത് ചെയ്യണം. കാരണം മലയാള സിനിമയിൽ ഇനി മോഹൻലാലും മമ്മൂക്കിയൊക്കെ ഒരുമിക്കുന്ന ഒരു പ്രോജക്ട് മലയാളികളൊക്കെ കാണാൻ കഴിച്ചാൽ അപൂർവമായിരിക്കും. എന്തായാലും 3 വർഷത്തിനുള്ളിൽ എന്തായാലും അതെ, ഇനി വളരെ വളരെ സാധ്യത കുറവായിരിക്കും. അതൊക്കെ അവരുടെ സമയം. ഇതുപോലെ സബ്ജക്ട് പറഞ്ഞാൽ ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. അപ്പൊ രണ്ടായാലും ഒരു അതിഭീകരമായ മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നിന്റെ ഒരു ഷൂട്ട് ഇന്നിപ്പോ ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ അതുമായിട്ട് കൂടിയാണ്. അതിന്റെ ലൊക്കേഷനൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയുടെ ജസ്റ്റ് വിശേഷങ്ങൾ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഇതിന്റെ നിമിത്തം ഇതിൽ എനിക്ക് താങ്ക് യു വെരി മച്ച്. നിങ്ങൾ സുഭാഷേട്ടന്റെ താങ്ക് യു. അപ്പൊ ഈ ഒരു പ്രോജക്ടിന്റെ ഞങ്ങൾ ജസ്റ്റ് ഒരു ക്യാഷ്വൽ അറിയിപ്പാണ്. അതിന്റെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയൊരു പ്രോജക്ടിന്റെ ഇൻഡയറക്റ്റ് ഭാഗമാകാൻ കഴിഞ്ഞത് എന്റെ വ്യക്തിപരമായ നമ്മുടെ സന്തോഷം. ഇത്തരം കാര്യങ്ങൾക്ക് ഇൻസേഷൻ എടുക്കുന്ന സുഭാഷേട്ടനോടുള്ള സ്നേഹം, പിന്നെ മലയാളികളെ സംബന്ധിച്ച് ഒരു വലിയ സിനിമ ഭാഗമാകാൻ പറ്റുന്ന ഒരു തീർച്ചയായിട്ടും ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമായിരിക്കും സിനിമ അല്ലെ. ടൊവിനോ തോമസ്, ആസിഫ് അലി അല്ലെ, ചാക്കോച്ചൻ, ഫഹദ് ഫാസിൽ, നയൻതാര ഉൾപ്പെടുന്ന മലയാള സിനിമയിലെയും ഇന്ത്യൻ സിനിമയുടെ ഒക്കെ ഭാഗമാകുന്ന വലിയ താരങ്ങളെ നിരത്തിക്കൊണ്ടുള്ള വലിയൊരു പ്രോജക്ട് ഇവിടെ തുടക്കം കുറിക്കുന്നു. അപ്പൊ എല്ലാവരുടെയും കരയ്ക്ക് സമർപ്പിക്കുന്നു. എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും വ്യക്തിപരമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ടീമിന്റെ ഭാഗമായിട്ട്. അതെ, അപ്പൊ ഇത് രണ്ടും ബ്ലൂ ടൈഗേഴ്സ് ആണ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ലണ്ടൻ ബ്ലൂ ടൈഗേഴ്സ് എന്നുള്ളതാണ്. സോ ഒരു നല്ല തുടക്കമാവട്ടെ അല്ലെ, അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോകും.